ഇയാൾ എന്ത് പറഞ്ഞാലും ഭ്രാന്തിയായ പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നാണ്, തലയിൽ കെട്ടിവെച്ച് തന്നാണ് നാട്ടിൽ മുഴുവൻ പാട്ടാ. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ശേഷം അല്ലാണ്ട് കല്യാണത്തിന് മുമ്പ് ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, ദൈവത്തിനും അറിയാം. മനുഷ്യൻ കണ്ണു കെട്ടിയാലും ദൈവത്തിന് കണ്ണു കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞിട്ടാൽ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ അങ്ങനെ വിട്ടു. അനിയന് കല്യാണം കഴിഞ്ഞപ്പോൾ അനിയൻ്റെ ഭാര്യയ്ക്ക് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നപ്പോൾ എവിടെ പോവുകയാണെങ്കിലും അനിയൻ്റെ ഭാര്യനെ കൊണ്ടുപോകും, അവള് ആഭരണങ്ങളൊക്കെ ഇട്ട് പോകും. അപ്പോൾ എനിക്ക് വിഷമവും, നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമവും. അല്ല, എന്തെന്ന് പറഞ്ഞിട്ട് അയാൾ ഉപദ്രവിക്കുന്നത്? പൈസ വാങ്ങിച്ചോണ്ടിരാൻ അയാൾക്ക് പെൺകുഞ്ഞിനെ ഇഷ്ടമല്ല. പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ അപമാനം ഉണ്ടാക്കും. ഇത് എന്തിനാ പെൺകുഞ്ഞ്? ഇനി ഈ രണ്ടാമത്തെ പെണ്ണാണ് നീ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യുക? അയാൾ പറയുന്നത് നമ്മൾ അനുസരിക്കും. പിന്നെ മൂന്നാമത് ആയിക്കഴിഞ്ഞാൽ പറയും ഇനി മൂന്നാമത് പെണ്ണാണെന്ന് വെച്ചാൽ നീ ഇങ്ങോട്ട് വരണ്ട. അപ്പം എനിക്കറിയില്ല ഇവർ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകണം, എന്ത് രോഗത്തിനാണ് കൊണ്ടുപോകണമെന്ന് പറയും. ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഇവരെല്ലാവരും കൂടി വണ്ടിയിൽ പോകുമ്പോൾ അല്ല പിക്നിക്കിന് പോകുക, അല്ലെ അമ്പലത്തേക്ക് പോകുക, സിനിമയ്ക്ക് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സന്തോഷിച്ചിട്ടാണ്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാണ്. അപ്പം അങ്ങനെ പോകും. പക്ഷെ അവിടെ എത്തുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ ഞെട്ടുന്നത് ഹോസ്പിറ്റലാണല്ലോ. സ്ത്രീധനത്തിന്റെ പേരിലും 3 പെൺകുഞ്ഞുങ്ങളെ തുടർച്ചയായി പ്രസവിച്ചു എന്നതിന്റെ പേരിലും ഭാര്യയെ നിരന്തരം പീഡിപ്പിക്കുകയും സ്ഥിരമായ ഒരു മാനസിക രോഗിയാക്കി മാറ്റുകയും ചെയ്ത വിജയനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അത് പ്രേമയുടെ പക്ഷമാണ്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വിജയനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. നമസ്കാരം വിജയൻ. നമസ്കാരം. സത്യം ഞാൻ പറയാം. സത്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സാക്ഷിയായിട്ട് ഞാൻ സത്യം തന്നെ പറയുള്ളൂ. വേറെ എനിക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാനും വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്. സത്യസത്യമായി കാര്യം ഞാൻ പറഞ്ഞിട്ടേ പോകും. അതായത് 1992 ഇവിടെ വിവാഹം കഴിച്ചു. 92? അതെ. എൻ്റെ വീട്ടിൽ വളരെയധികം ദയനീയമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങൾ. 4 ആണും 1 പെണ്ണുമാണ്. പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ആദ്യം മൂത്തവനാണ് ഞാൻ ഈ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഞാൻ കോയമ്പത്തൂരും ജോലി ചെയ്യാം, വർക്ക്ഷോപ്പിൽ കോയമ്പത്തൂർ പണിയെടുക്കുമായിരുന്നു. കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ഇവിടെ വീട്ടിൽ നിന്ന് പോകും, ആഴ്ചയിൽ വരും. അല്ല, ഈ കല്യാണ സമയത്ത് ഇവരുടെ വീട്ടിൽ നിന്ന് എന്ത് തരും ആഭരണമായിട്ടും? ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു കാര്യം അവരോട് ഇത്ര തരണമെന്നോ അവരൊന്നും പറഞ്ഞു, വിജയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. 1 രൂപ പോലും തരുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ ഒരു 6 പവനും 7,000 രൂപ എനിക്ക് തന്നു. 7,000 രൂപ? അതെ അതെ. ഞാൻ അവരോട് സ്ത്രീധനമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് നമ്മുടെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന, അതിനോട് ചോദിച്ച ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിച്ചു പോയത്. അപ്പൊ 10 പവനും 10,000 രൂപയും വേണമെന്ന് ഞാൻ ബ്രോക്കർ പറഞ്ഞു എന്നാ പറയുന്നത്. ബ്രോക്കർ പറഞ്ഞിട്ടായിരിക്കും. ഞാൻ 1 രൂപ പോലും ഇവരുടെ കുടുംബത്തിലേക്ക് ബ്രോക്കറിനോടോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വളരെയധികം ദയനീയാവസ്ഥയിൽ കഴിയുന്ന കുടുംബമാണ്. അപ്പൊ ഞങ്ങളെ പോലെ പാടത്ത് മർമ്മത്ത് പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ ആവശ്യപ്പെട്ടത് അയാളോട്. അതനുസരിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് മറ്റേ അതേമാതിരി കൃഷിയും പണിയുമൊക്കെ ചെയ്യുന്നതാണ്, അമ്മൻ്റെ കൂടെയൊക്കെ പണിക്കാനൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അറിയുന്നില്ല. നമ്മൾ കണ്ടു കോയമ്പത്തൂർ പണിക്ക് പോയി എന്നുള്ളതല്ലാതെ ഇതിന്റെ കാര്യങ്ങളൊന്നും മൊത്തം നമുക്ക് അറിയത്തില്ലല്ലോ. കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പണിക്ക് പോയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ശീലമില്ല എന്നാ പറഞ്ഞ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ അമ്മ പണിക്ക് പോകും, വൈകുന്നേരം ആകുമ്പോൾ വരും, ചോറ് വയ്ക്കാൻ പറഞ്ഞ് തലേന്ന് കുത്തി കിടക്കും ഒരു ഭാഗത്ത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ പറയും എന്താണ് മനെ അവളെ ഇങ്ങനെ പണിയെടുക്കാണ്ട് കിടക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ രാവിലെ 7 മണിക്ക് പോയാൽ അന്നത്തെ ഈ 92 കാലത്ത് 7 മണിക്ക് പണിക്ക് പോയാൽ 7 മണിക്കാണ് പണിമാറി വരിക. 3 അടങ്ങാഴി നെല്ലാണ് അന്നത്തെ കൂലി. കർഷക തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി 3 അടങ്ങാഴി നെല്ല. അത്രയും ദരിദ്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിവാഹത്തിന് പോകുന്നത്. ഞാൻ കോടീശ്വരൻ്റെ വിചാരക്കാരനല്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച് വന്നിട്ട് ഈ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് അമ്മയ്ക്കും ഒരു സഹായം, നമ്മൾ പണിക്ക് പോകുമ്പോൾ അതിനൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുക. 2 അനിയന്മാരാണ് പഠിച്ചുകൊണ്ടിരിക്കുക. ചെറിയ 3 അനിയന്മാരിൽ 2 അനിയന്മാർ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു അനിയനെ അവനും പണിയൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് കല്യാണം കഴിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഗൾഫിലേക്ക് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അപ്പോൾ നേരാവാനാണല്ലോ എന്ന് വെച്ചിട്ട് ശരി എന്നാ പറഞ്ഞു. എൻ്റെ പൈസയൊന്നും മുടക്കാനില്ല, നിങ്ങൾ എന്താ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ആഭരണം വിറ്റ് ആക്കി പോരാത്ത നമുക്ക് എവിടെയെങ്കിലും കടം അടിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കോയമ്പത്തൂരും കൂലിപ്പണിക്കാണോ? അതെ, വർക്ക്ഷോപ്പിൽ കൂലിപ്പണിക്ക് പോവുക. അവിടെ സ്വന്തമായിട്ടല്ല, ഞാൻ ശമ്പളത്ത്. അപ്പൊ ഇവരുടെ വീട്ടുകാരുടെയും നിർബന്ധമായിരുന്നു വിജയം കുറച്ചുകൂടെ ഒരു നല്ല അന്തസ്സിൽ ഒരു ഗൾഫ് ജോലിക്ക് പോകാന്നുള്ള ഉദ്ദേശം അവരുടെ ആയിരുന്നു. എന്റെ വീട്ടിൽ 10 രൂപ പോലും ഉപ്പ് വാങ്ങാൻ കാശിനകത്ത് ജീവിതമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ സമയത്ത്, ഈ 92 കാലത്ത്. അപ്പൊ ആ ശരിയെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. എന്റെ വീട്ടുകാരെ കൂടി സഹായിച്ചു 10,000 തന്നു. ഇവര് സ്വർണ്ണം വന്ന് 2,400 രൂപയാണ് ഒരു പവൻ വിറ്റാ കിട്ടുക. ഇതൊക്കെ കൂടി വിറ്റ് തയ്യാത്തല്ല 10-30,000 രൂപ ഉണ്ടാക്കി ഞാൻ പോയി. ഇത് 1 വർഷക്കാലം ജോലി ചെയ്തിട്ട് ആ കടത്തിനെയൊക്കെ വീട്ടി. അവരുടെ കുഞ്ഞമ്മയുടെയോ 2 പേരുടെ അപ്പുറത്തെ വീട്ടുകാരുടെയൊക്കെ കുറച്ച് മേടിച്ചു. അത് മേടിച്ചു. അതെല്ലാം ഞാൻ വന്ന് തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു. ഓ,
അല്ല, 1 രൂപ പോലും ഇല്ലാണ്ട് ഞാൻ വന്ന് തിരിച്ച് വാങ്ങിച്ചു. അവളും ഞാനും കൂടെ പോയിട്ട് ആ 2 പവന്റെ സ്വർണ്ണം മേടിച്ചു. 1.25 പവനാണ് തന്നത്. 2 പവൻ മേടിച്ച് ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ ഒരു ആരെയും തോൽപ്പിക്കാനൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് വാങ്ങിച്ചു കൊടുത്തു. ഇവളുടെ 4 പവനിൽ ഞാൻ ഈ 2 പവൻ മേടിക്കുന്ന പറഞ്ഞാൽ പൈസ അയച്ചു കൊടുത്തു. ഞാൻ എല്ലാം വിട്ടിട്ട് പോയാൽ 1 പവന്റെ താലിമാലയിലേ ഉള്ളൂ. അപ്പൊ നീ അത് മേടിച്ചോന്ന് പറഞ്ഞിട്ട് അവളുടെ പേരിൽ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 25,000 രൂപയോളം ഞാൻ പൈസ അയച്ചു കൊടുത്തു. ഈ കടബാധ്യത തീർന്ന് 25,000 രൂപ നിന്റെ അയച്ചു തന്നിട്ട് നീ അത് മേടിക്കുന്നുണ്ട്, ഞാൻ വിറ്റത് പോയതാണ്, നീ മേടിക്കുന്നു പറഞ്ഞു. ആണോ പ്രേമ? പൈസ തന്നെ അതിന് പേരിൽ അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അത് നിങ്ങളുടെ സമ്മതത്തോടെ തന്നെയല്ലേ എന്റെ വീട്ടിലേക്ക് അനിയൻ ദുബായിക്ക് മുമ്പ് കൊടുത്തത്? അതാണ് സത്യം. ഗൾഫിലേക്ക് എന്റെ സ്വർണ്ണം മേടിക്കാനല്ല, 25,000 രൂപ ഇയാളെ ഇയാളുടെ പേരിൽ തന്നെ വന്നത്, സ്റ്റേറ്റ് ബാങ്കിലാണ് വന്നത്. ഇയാള് തന്നെയാണ് അച്ഛനുള്ള അതിപ്പോ മരിച്ചുപോയവർക്ക് സാക്ഷികളില്ല. അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചാണ്. അപ്പൊ അത് ഇത് 25,000 രൂപ കൊടുക്കുകയാണ്, കടമാണെന്ന് വേണ്ട കൊടുത്ത. പക്ഷെ അവരത് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എന്റെ ആഭരണത്തിന് കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പൊ അതിനുശേഷം പിന്നെ ഇയാള് എന്റെ കൂടെ എവിടെ വന്നാലും പറയും. ഈ അനിയൻ എന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ ആങ്ങളൊക്കെ എടുത്ത് കൊടുത്തു, ദുബായ് പോകാൻ വേണ്ടി കൊടുത്തു, ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇവൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ലെറ്റർ എഴുതും, എനിക്ക് തലവേദനയാണ്, ആശുപത്രി പോകണമെന്ന് പറയും. അപ്പൊ നീ ചെലവിന് പൈസ എടുത്ത് അച്ഛനെ കൂടെ വിളിച്ചിട്ട് വയ്ക്കോ എന്ന് പറഞ്ഞ് തലയിൽ പഴുപ്പാന്നും പറഞ്ഞു പാലക്കാട് ഹോസ്പിറ്റലിൽ ഒരു മോഹൻദാസ് പറഞ്ഞ തലന്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിയത്തില്ല. ഞാൻ അവിടെ ഗൾഫിൽ കിടക്കുക. അപ്പൊ എന്നെ വരിയെന്ന് പറഞ്ഞു, നീ ചെയ്തോളം പറഞ്ഞു. അവൾ അതേമാതിരി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മൂക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ വന്നു. അന്നൊക്കെ ഈ ഫോണുകളൊന്നും വന്നില്ല. അപ്പൊ ഈ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ മൂക്കിൽ ഓപ്പറേഷൻ ആണെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തു. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായിട്ട് പോയിട്ട് മൂക്കിലൊരു ഭാഗം ഓപ്പറേഷൻ ചെയ്തു. ഇനി 6 മാസം കഴിഞ്ഞിട്ട് ഈ മൂക്ക് ഓപ്പറേഷൻ ചെയ്യണം, ദിവസം വളരെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു നിർദ്ദേശം കൊടുത്തിട്ട് ഇത് ചെയ്തു കഴിച്ചു ഞാൻ വരുമ്പോഴേക്ക്. പിന്നെ അത് കഴിഞ്ഞു ഞാൻ പൈസ അവൾ ചെലവിന് അയച്ചു കൊടുത്തു. പിന്നെ അവരുടെ വീട്ടുകാരൊക്കെ സഹകരിച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ അയച്ചു കൊടുത്ത് അവൾ എടുത്തു എനിക്ക്, കാരണം ഞാൻ അവിടെ അല്ലേ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ തൈറോയിഡിന്റെ ഒരു അസുഖം എന്നും പറഞ്ഞ് പാലക്കാട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിന് തുടർച്ചയായിട്ട് കുറെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ഇത് കഴിയുമ്പോൾ ഒരു കൊച്ചുണ്ടായി. 3 മാസം ലീവിന് വന്നിട്ട് ഞാൻ ലീവ് കഴിഞ്ഞ് പോയി. 9ാം മാസത്തിൽ വീണ്ടും തിരിച്ചു വന്നു അവിടെ നിന്ന്. അപ്പോൾ കൊച്ചിന് 8 മാസം കൂടെ ആയി. അങ്ങനെ വന്നിട്ട് 2ാമതൊരു കൊച്ചുണ്ടായി. ആ കൊച്ചുണ്ടായ മുതൽ തൊട്ട് എന്നും വീട്ടിൽ പ്രശ്നങ്ങളാണ്. അമ്മയായിട്ട് ചേരില്ല, അനിയന്മാരായിട്ട് ചേരില്ല, ആ കുട്ടിനെ അവിടെ ഇരുത്താൻ പറ്റില്ല. ജോലി നിർത്തി വന്നതിന്റെ പേരിലാണ് അവർക്ക് ഇഷ്ടക്കേട്. അതെന്താണെന്നറിയില്ല. ജോലി നിർത്തി വന്നു, പിന്നെ ജോലിയില്ല, കോയമ്പത്തൂർ പോയിട്ട് തുച്ഛമായ കൂലിയല്ലേ കിട്ടുന്നുള്ളൂ. അവിടെ ജോലിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണോ? അല്ല, ഈ വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ അയാൾ എനിക്ക് വിസ തന്നില്ല. അപ്പൊ ഞാൻ തിരിച്ചു വരിക ചെയ്തു. അത് കഴിഞ്ഞ് ഈ കുട്ടിനെ കൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് കോയമ്പത്തൂർ പോകും. വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിനെ നോക്കില്ല, അത് പാത്രം കഴിയില്ല, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ വഴക്ക്. ഇത് തോറ്റ് തുന്നം പാടിയപ്പോൾ ഞാനൊരു കഞ്ഞിപ്പര കെട്ടി. ഒരു വെള്ളമൊക്കെ മഴക്കാലത്ത് കുറവ് വരും. തൽക്കാലം ആയിരുന്നു പറഞ്ഞിട്ട് അവിടെ ഒരു കഞ്ഞിപ്പര കെട്ടി. എന്നാലെങ്കിലും അസുഖങ്ങൾ മാറി അവിടെ വഴക്കം തമ്മിൽ തല്ലില്ലാണ്ട് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ട് കെട്ടിയിരുന്നു. നിങ്ങൾ ഈ കിട്ടിയ സമ്പാദ്യത്തെ അവിടെ എവിടെയെങ്കിലും ചെറിയ വസ്തുക്കളൊക്കെ ഇച്ചിരി വസ്തു മേടിച്ചിട്ടുണ്ട്. ഒരു 35 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് കഞ്ഞിക്ക് വഴിയില്ലാത്തതിന്റെ ദണ്ണം നമ്മൾ അറിയുന്നതുകൊണ്ട് ഒരു 35 സെന്റ് സ്ഥലം നിലമായിട്ട് മേടിച്ചു. അതൊരു 5 സെന്റ് മണ്ണായിട്ട് മേടിച്ചതാണെങ്കിൽ നെടുമര വെച്ച് ലോൺ എഴുതിയിട്ട് വീട് കിട്ടിയേ പോയെന്നെ. അത് അന്ന് അത് ചെയ്തിട്ട് തോന്നിയില്ല. കാരണം ഈ പട്ടിനെ ഒക്കെ അനുഭവിച്ചുകൊണ്ട് 20 സെന്റോളം നിങ്ങളുടെ അനിയന്റെ പേരിലാണോ അത്? അത് അനിയൻ മേടിച്ചോ? അത് അനിയൻ മേടിച്ചതാണ്, അത് ഞാൻ മേടിച്ചതല്ല. അയാളുടെ പൈസ അത് അയാളുടെ പൈസക്ക് മേടിച്ചാണ്. എന്റെ പേരിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ മറ്റേ അതിൽ കഞ്ഞിപ്പര കെട്ടി 2 കൊല്ലത്തോളം അവിടെ കിടന്നു. അവിടെ നിന്ന് ഈ അസുഖങ്ങളും കുട്ടികളെ നോക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും വീട്ടുകാരുടെ സഹകരണം എനിക്കില്ല, ഇവരുടെ വീട്ടുകാരുടെ സഹകരണമില്ല. 2 കുട്ടികൾ, ഈ 3ാമത് വേറൊരെണ്ണം കൂടെ ഉണ്ടായി അതിനിടയിൽ. ഇതുകൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ എവിടെ നിർത്താനോ ജോലിക്കാനോ ഈ കൊണ്ട് പഠിപ്പിക്കാനോ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലായതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരുടെ കയ്യും കാലം പിടിച്ച് ഒരു സിൽഡ്രൻസ് ഹോമ പറഞ്ഞ് മഞ്ഞപ്പറ ഒരു കുട്ടികളുടെ ഇത് മാത്രം നോക്കുന്നുണ്ട്. അവർ പറഞ്ഞൊരു 10 വയസ്സായ കുട്ടികളെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, ഈ 4 വയസ്സോ 5 വയസ്സായ കുട്ടികളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ട് ആ 2 കുട്ടികളെ അവർ അവിടെ 1 വർഷം നിർത്തിയിട്ട് 2ാം വർഷം 1ാം വർഷമെങ്കിലും ചേർത്തി. ആ കുട്ടികൾ അവിടെ അങ്ങനെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അവിടെ കുട്ടികൾക്ക് പഠിക്കാനും ഭക്ഷണത്തിനും എല്ലാറ്റിനും അവർ കൊടുക്കും. നമ്മൾ എല്ലപ്പോഴും പോയി ആ കുട്ടികൾക്ക് വല്ല ഡി ബ്രൗസർ മറ്റ് പൗഡർ സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിച്ചു കൊടുത്ത് അവർക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ട് ഞാൻ വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ 1 വയസ്സായ വേറൊരു കുട്ടി 2002 ഇത് 97 അത് കഴിഞ്ഞ് 2002 ഒരു കുട്ടി ഉണ്ടായി. 1 ഉണ്ടായപ്പോൾ ആ കുട്ടിയായപ്പോൾ ഇവള് പല അസുഖങ്ങളുമായിട്ട് ഇങ്ങനെ ആശുപത്രിയിൽ ചുറ്റിക്കൊണ്ട് നടക്കുക, ഇരിക്കാൻ വീട്ടിൽ പാമ്പ് കയറിക്കൊണ്ട് കിടക്കുക, അവിടെ കിടക്കാനും പറ്റില്ല. എന്ത് ചെയ്യും ഞാൻ? ആ ഒരു ദയനീയാവസ്ഥയിൽ ജനങ്ങളെല്ലാം കൂടി പറഞ്ഞു, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ട് നീ ജീവിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. ഈ പാമ്പ് കയറുന്നത് പറഞ്ഞാൽ ഒരു കണ്ടമാണ്, കണ്ടത്തിന്റെ അടുത്താണ് റോഡ് സൈഡിലാണ് ഈ നെടുമ്പര വെച്ച് കെട്ടിയിരിക്കുന്നത്.
നേരെ പുറത്ത് കഴിഞ്ഞ പെരിച്ചാലും വരുമ്പോൾ മാതിയിട്ടേ മനുഷ്യൻ കാണൂല. ഈ നായാടിമാര് പണ്ട് കാലത്ത് കിട്ടുന്നതല്ലേ സാറ്, അങ്ങനെയുള്ള അത്രയും വലിയ ഒരു ദയനീയ അവസ്ഥയിൽ ഞാൻ കിടന്നു വെള്ളത്തിൽ 2 കൊല്ലത്തോളം കിടന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു പെണ്ണിനെ താൽക്കാലികമായിട്ട് ഈ കുട്ടികളെ നോക്കണം. എന്റെ ഇവർ ഈ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത് നിങ്ങൾ കൊണ്ടാക്കുന്നതാണോ? അതോ ഞാൻ കൊണ്ടാക്കുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞോ എന്നെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിൽ കൊണ്ടാക്കണം പറയും, വാശി പിടിക്കും. എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി വീട്ടിലിരിക്കില്ല, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടായിക്കോളാൻ പറയും. ഇങ്ങനെ ഈ ഇവർക്ക് മാനസികമായിട്ട് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ വടിയെടുത്ത് അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയൊന്നും മാനസികമായിട്ട് ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ഇവരുടെ അമ്മയും അച്ഛനും അവരുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുണ്ട് 1-2 പേർക്ക്. അപ്പൊ അതിന്റെ ഒരു ചായ ഉണ്ടാവുമോ പറഞ്ഞിട്ട് അവര് തന്നെയാണ് ഈ മാനസിക രോഗ ഡോക്ടറിനെ കാണിക്കാനായിട്ട് എന്നെയും കൂട്ടി കൊണ്ടുപോയത്. ഞാനല്ല ഈ കൊണ്ടുപോയത്. അത് സൈക്കാട്രിസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് മരുന്ന് കൊണ്ട് മാറുന്നതാണ്, പക്ഷെ അതിനെ നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് നിയന്ത്രിക്കാൻ ആരാ ഉള്ളത്? ഞാൻ രാവിലെ പണിക്ക് പോയി വൈകുന്നേരത്ത് 1 മണിക്ക് ഇവിടെ കഞ്ഞിയിലെ വെള്ളമില്ലാണ്ട് ഈ വീട്ടിൽ കിടക്കുന്നത് ആരാ നിയന്ത്രിക്കാൻ? ആ ഒരു ദയനീയ അവസ്ഥയിൽ ഞാൻ ഈ കുട്ടികളെ അവിടെ പഠിക്കാൻ വിട്ടു. അതുകൊണ്ട് ആ കുട്ടികളിപ്പോൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നല്ലൊരു നിലയിൽ ഇപ്പോൾ അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അങ്ങനെ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവരുടെ വീട്ടിലാക്കിയതാണോ? വേറെ ആരും നോക്കാനില്ലേ? എൻ്റെ വീട്ടുകാർ തീരെ നോക്കില്ല, അവരുടെ വീട്ടുകാരെ നോക്കുന്നത്. അപ്പം അവിടേക്ക് പൈസ അയച്ചു കൊടുത്താൽ അവിടെ ഇരുന്നോളൂല്ലോ. ഈ നെടുമ്പര വെച്ച് കെട്ടിക്കിടന്ന് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട, അതും താമസിക്കാൻ അവനോട് പറ്റില്ലല്ലോ. ഇത് നമ്മൾ പണിക്ക് കൊണ്ട് തിന്നാൻ കിട്ടില്ലല്ലോ. അതാണ് അതിന്റെ സത്യാവസ്ഥ. എന്നിട്ടാണ് നിങ്ങൾ ബോംബെ പോയത്? എന്നിട്ട് ബോംബെ പോയത്. ബോംബെ പോയിട്ട് ഒരു 6 മാസം ജോലി ചെയ്തിട്ട് വന്നിട്ട് താൽക്കാലികമായിട്ട് ഒരു ഷീറ്റ് വെച്ചിട്ട് ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കി നനയാണ്ട് കിടക്കാൻ പാകത്തിന്. അതിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടും അവിടെയും വഴക്കും തമ്മിൽ തല്ലുമായിട്ട് തല്ലേ പോകുന്നില്ല. എന്താ ഇവര് പ്രധാനമായിട്ടും പറയുന്നത്? ഇവർക്ക് കുറച്ച് മുതലിനോട് ഒരു ആഗ്രഹമാണ് പ്രധാനം. കുറച്ച് മുതലെന്നുള്ള ഒരു ആഗ്രഹം അത് നമ്മുടെ കയ്യിലില്ല. അതിന്റെ ടെൻഷനോ അതിന്റെ മാനസിക പിരിമുറുക്കും മെയിനായിട്ടുള്ള കാരണങ്ങൾ. എന്താ പറയുന്ന കൂടുതൽ മെച്ചപ്പെട്ട വീട് വേണമെന്ന്, കൂടുതൽ ആഭരണങ്ങൾ വേണം, മെച്ചപ്പെട്ട വീട് വേണം, നല്ല നിലയിൽ അവരുടെ ആൾക്കാരൊക്കെ ഇരിക്കേണ്ട അതേപോലെ ഇരിക്കണം എന്നുള്ള ആഗ്രഹങ്ങളാണ്. ഇത് നമ്മളോട് സാധിക്കുന്നില്ല. അപ്പോൾ അതിനോട് അനുകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെയായിട്ട് ഈ രോഗത്തിന് എല്ലാ ആശുപത്രികളിലും കൊണ്ടുപോയി, മറ്റേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ഷാജി പറഞ്ഞ ഡോക്ടർ മാനസിക ഡോക്ടർ വിദഗ്ധരാണ്. അയാൾ പറഞ്ഞു ഇതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ്. ഒരു പ്രാവശ്യം വന്നു, 10 ദിവസത്തെ മരുന്ന് കഴിച്ചു, വീണ്ടും 1 മാസം കഴിഞ്ഞ് പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ വന്നു മരുന്ന് കഴിച്ചു. അങ്ങനെ ആയതുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ പറഞ്ഞപ്പോൾ സാറേ എനിക്ക് ഒരു പ്രാവശ്യം തൃശ്ശൂർ വന്നിട്ട് പോകണമെങ്കിൽ ഇത്രയും കാശ് മുടക്കിയിട്ട് എന്നോട് വരാൻ കഴിയില്ല. ഇത് അവിടെ വടക്കഞ്ചേരിക്ക് വില എഴുതി തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ നോക്കാൻ നല്ലാണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് കൊണ്ടുപോയി കൊടുത്ത 4 ദിവസം കഴിക്കുന്ന 5ാം ദിവസം എനിക്ക് നിങ്ങൾ മരുന്നും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട പറഞ്ഞാൽ മരുന്നിനെ അടുത്ത് വലിച്ചെറിയും. ഓ മരുന്ന് അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല മേഡം. മരുന്നിനെടുത്ത് അഭിപ്രായം പറയാതിരിക്കണം. ഒരു മിനിറ്റ് എന്തായാലും പറയട്ടെ, വിജയന് പറയാൻ പറയട്ടെ. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിക്കാണ്ടാവും. ഭക്ഷണം കഴിക്കാണ്ടായി കഴിയുമ്പോൾ എന്താകും, മൊത്തം നീര് കയറും. നേരെ ഡോക്ടറെ അടുത്തേക്ക് വണ്ടി എടുത്തിട്ട് ഓടും. ഇതൊക്കെ ജനങ്ങൾ കണ്ടുപിടിക്കുക. അവിടെ ആൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രഷർ കുറവാണ്, ഷുഗർ കുറവാണ്, ഇത് മറ്റേ വിറ്റാമിൻ ഇല്ല, ചൗരയില്ല എന്ന് പറഞ്ഞ് കുറേ കുപ്പി മരുന്നും ഇതൊക്കെ ഡോക്ടർ എഴുതി തരും. ഇത് മേടിച്ചുകൊണ്ട് ഒരാഴ്ച കൊടുക്കുക കഴിയുമ്പോൾ തിരിയൊന്നും തെളിയും. അത് കഴിഞ്ഞ് ഇതേമാതിരി എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് പിന്നെയും വേണ്ട ഭക്ഷണം വേണ്ട ഒന്നും മഴ മുക്കി കിടക്കും, തലവേദനയാണെന്നും പറഞ്ഞ്. അങ്ങനെ തോറ്റ് തുന്നം പാടിയിട്ടാണ് ഞാൻ ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടാമത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിരുത്തി വീട്ടില്. ഇവരുടെ ബന്ധം വേർപെടുത്താൻ വേണ്ടി ഞാൻ SNDP ആയിട്ട് ബന്ധപ്പെട്ടു. ഇത്രയും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കി തരണം. എനിക്ക് ഒരു ജീവിതമില്ല, എൻ്റെ കുടുംബമൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട്. ആരും ടാനിയന്മാരെ കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേ ചേട്ടൻ്റെ ഭാര്യ ശരിയല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് SNDPക്കാരോ അവർ പാർട്ടിക്കാരോ എല്ലാ ആൾക്കാരോടും ആവശ്യപ്പെട്ടു. അവരൊന്നും ഈ കുട്ടികളുള്ള എല്ലാം എന്താ ചെയ്യാന്ന് പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ ചെയ്തു തരാമെന്ന് പറയല്ലാണ്ട് ആരും ചെയ്തു തന്നില്ല. ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടികളിപ്പോൾ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഞാൻ ചേർത്തി എൻ്റെ വീട്ടിൽ വന്ന് 3 കുട്ടികൾ ഒരുമിച്ച് പഠിച്ചിരുന്നു. വീണ്ടും ആ കുട്ടികൾക്ക് പഠിക്കണം തോന്നിയപ്പോൾ വീണ്ടും ആ സ്ഥാപനത്തേക്ക് തന്നെ ആ കുട്ടികൾ പോയി. ഇവിടെ എന്നെക്കൊണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാന്ന് കുട്ടികൾക്ക് മനസ്സിലായപ്പോൾ വീണ്ടും അവർ പോയിട്ട് അപ്പോൾ ആ കന്യാസ്ത്രീമാരെ എന്നെ വിളിച്ചു പറഞ്ഞു, വിജയ് ഈ കുട്ടികൾക്ക് തള്ള എങ്ങനെയാ ഒരു അസുഖമായിട്ടുള്ള നിൽക്കുന്നതുകൊണ്ട് ഈ കുട്ടികളുടെ ഭാവി കളയണ്ട, ഞങ്ങളതിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു കുട്ടിനെ മറ്റേ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അവർ തന്നെ പൈസ കെട്ടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ആ കുട്ടി അവിടെ പോകാതെ ഇപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി വേറെ രണ്ടാമതൊരു കുട്ടി ഇതേമാതിരി +2 നല്ല മാർക്കോട് കൂടി മേടിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എയർപോർട്ട് മാനേജ്മെൻറ്റിന് വേണ്ടി അവർ ചേർത്തി. അപ്പോൾ എന്നെ വിളിച്ചു, ഈ കോഴ്സിന് 2 ലക്ഷം രൂപ ചിലവാകും. ഞാൻ പറഞ്ഞു ഇവിടെ അരിവായി തിന്നാൻ കഴിയില്ല, പിന്നെ ഈ 2 ലക്ഷം രൂപ മുടക്കി എന്നോട് പഠിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചു.
അപ്പോൾ അതേമാതിരി ഒരു കോൺഗ്രസിലെ കുറേ അച്ഛന്മാരും കന്യാസ്ത്രീമാരും കൂടി ഉണ്ടായിരുന്നു. ഒരച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പഠിപ്പിച്ചോളാം, വിജയൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാക്കി. അല്ല, ഇപ്പൊ ആ കുട്ടിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്ന് വിജയൻ പറഞ്ഞു. ഫീസ് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ 20,000 രൂപ ഫീസ് വേണം പറഞ്ഞു. അത്രയും അടയ്ക്കാൻ പറ്റില്ല, എനിക്ക് ഭക്ഷണത്തിന്റെ ഫീസ് ഞാൻ അവിടെ എത്തിക്കാം, ഈ ഫീസ് കുറേശ്ശായിട്ട് അടച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വന്നത്. ഈ അമ്മയെ കുട്ടികളെ ഒട്ടും കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനകത്തുള്ളൊരു വലിയൊരു വിജയം. അങ്ങനെയില്ല, കുട്ടികളെ ഈ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് അവര് നമ്മളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത്. ഈ പെണ്ണിനെ കെട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അമ്മയ്ക്ക് നോക്കാൻ അവകാശമാണെന്ന് പറഞ്ഞ് ഈ 3 കുട്ടികളെയും ഇവർ വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ മുഖാന്തരം പോയി ഈ കുട്ടികളെ അവിടെ വീട്ടിൽ ഓട്ടോറിക്ഷ കൊണ്ട് വിട്ടിട്ട് വന്നത് ഇവര് എന്നെ ചെയ്തത്. ഈ കുട്ടികൾ എന്നിട്ട് ചിൽഡ്രൻസിൽ വിട്ടു ഇവര്, ഞാൻ വിട്ട സ്ഥലത്ത് തന്നെ ഇവർ കൊണ്ടുപോയി വിട്ടു. ആ വിട്ട കുട്ടികളെ ഞാൻ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ രണ്ടും കൂടെ അതിന്റെ മുകളിൽ ഇതേമാതിരി 2 നിലയാ, അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല. ആ കന്യാസ്ത്രീമാർ പറഞ്ഞു വിജയം വന്നിട്ട് ആ കുട്ടികൾ വരുന്നില്ല. ഒരു 3-4 പ്രാവശ്യം പോയി നോക്കി, കുട്ടികൾ എന്നെ അടുത്തേക്ക് വരുന്നില്ല. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു അവർക്ക് സ്വന്തമായിട്ട് ബോധം ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അതുവരെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, കുട്ടികളോട് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 4 വർഷം ഞാനുമായിട്ട് ആ കുട്ടികളായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോകണമെന്നും പറഞ്ഞ് ഈ കുട്ടി വാശി പിടിച്ചു. ഇവരുടെ വീട്ടിൽ പോയി വാശി പിടിച്ചു. അവിടെ നിന്ന് എന്നെ വിളിച്ചു, നമ്മാര് വിജയ കുട്ടി ഇപ്പോൾ നിൻ്റെ കൂടെ വരാൻ നിൽക്കുകയാണ്, കൊണ്ടുപോയിക്കോ പറഞ്ഞു. അത് വന്ന് വീട്ടിൽ 1 വർഷം പഠിച്ചു, +1-ന്. 1 വർഷം കഴിഞ്ഞ് +2 ആകുമ്പോഴത്തേക്കും വീണ്ടും അവർ അങ്ങോട്ട് തന്നെ പോയി. ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ? രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അത് ഇപ്പോൾ ഈ നിങ്ങൾ നടത്തി കൊടുത്തോ? ഞങ്ങൾ നടത്തി കൊടുത്തു. അത് ഈ കുട്ടിക്ക് പഠിക്കാൻ അത്ര ഫീസ് കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞേ 5000 രൂപയാണ് മാസം ഫീസ് കെട്ടുന്നത്. 2 ലക്ഷം രൂപയാണ് ഈ 3 വർഷത്തെ കോഴ്സിന്റെ ഫീസ്. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഇത് അടച്ചു തീർക്കണം, ഈ 3 വർഷം കൊണ്ട്. അപ്പോൾ അവർ 1.5 ലക്ഷം രൂപയോളം അടച്ചു കഴിഞ്ഞു. അപ്പോൾ അവരിഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല, ഈ കുട്ടി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ചില പയ്യന്മാരായിട്ട് ചിട്ടികളി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറഞ്ഞ് ആ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നീ മാസം 2500 രൂപയും ഞാൻ 2500 രൂപയും തന്നിട്ട് ഈ കുട്ടിനെ ഈ കോഴ്സ് പൂർത്തിയാക്കാം, ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് അവർ തന്നെ സഹകരിച്ച് നല്ല രീതിയിൽ കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞിട്ട് അച്ഛന്മാരെ എന്നെ പറഞ്ഞു വിട്ടാക്കിയതാണ്. ഈ കുട്ടി ഇവിടെ വന്നിട്ട് 3 ദിവസം ക്ലാസ് ഉള്ളൂ. അപ്പോൾ 3 ദിവസം ക്ലാസ്സില്ല. അപ്പോൾ 3 ദിവസം ക്ലാസ്സിലാകുമ്പോൾ ഈ കുട്ടി പറഞ്ഞു ഈ തെങ്ങ് ഗവേഷണം കണ്ടല്ലോ, ഈ മറ്റേ അഗ്രികൾച്ചറിലെ, അപ്പോൾ ഈ പെൺകുട്ടികളെ കൂടി ഒരു വീടാന്തരം പോയിട്ട് തെങ്ങ് കൊടുക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫീൽഡിൽ ഞാൻ പോകട്ടെ ചോദിച്ചു. അപ്പോൾ 10 രൂപ എന്തെങ്കിലും ചിലവിന് കാശ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അത് 2 മാസം അങ്ങോട്ട് പോയി. അതിലൊരു പയ്യനുമായിട്ട് സ്നേഹിച്ച് ആ കുട്ടി കല്യാണം കഴിച്ചോ? നിങ്ങൾ ഞങ്ങള് നമ്മുടെ പഞ്ചായത്ത് മുഖാന്തരം അറേഞ്ച് ചെയ്ത് കുട്ടിക്ക് സ്വർണ്ണവും അതൊക്കെ കൊടുത്തോ? സ്വർണ്ണമൊന്നും കൊടുത്തില്ല, അവൾക്ക് അതിലുണ്ടായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു. ആ പയ്യന് വല്ലതും പൈസ വല്ലതും കൊടുക്കും എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും കൊടുത്തില്ല. പയ്യൻ പെട്ടെന്ന് ഭീകരാന്തരീക്ഷത്തെ 10-15 ആളെയും വിളിച്ചു നമ്മുടെ വീട്ടിൽ നിന്ന് എന്നെ തല്ലിയിട്ട് ഈ പെണ്ണിനെ പരിച്ചോണ്ട് പോകാനാ വന്നത്. നിങ്ങൾ കല്യാണം നടത്തി കൊടുത്തു? അതെ, കല്യാണം നടത്തി കൊടുത്തു. തനിയെ കല്യാണം കഴിച്ചതല്ല? അല്ലല്ല. അപ്പൊ ഈ പയ്യന് അത് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ ഇത്ര നിങ്ങളുള്ള ഒരു ഫോണും കൊടുത്തിട്ട് ഈ ഇവിടെ എല്ലാവരും റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്, കുട്ടി കിടക്കണ്ട, ആ വണ്ടി പോയിട്ട് കിടന്നാൽ മതി എന്ന്. ഈ ഫോണും വിളിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. അപ്പുറത്ത് വണ്ടി അടിച്ച് പൊങ്ങി, അത് അപ്പുറത്ത് പറഞ്ഞു. മോൾ തൃശ്ശൂർ ക്രിസന്റ് മറ്റേ ഹാർട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കി. നടക്കാൻ പറ്റാതെ കാലിൽ ഇവിടെ ഒക്കെ ചതവാ, ഈ കൈ ഒടിഞ്ഞു, തീരെ എണിക്കാനും നടക്കാനും പറ്റാണ്ട് അവിടെ കൊണ്ടുപോയി ഒരാഴ്ച കിടത്തിയിട്ട് ഒരുവിധം അവിടെ നിന്ന് റീചാർജ് ചെയ്ത് 10-ാം ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ 1.5 മാസത്തോളം ഈ പറയുന്ന ഈ രണ്ടാമത്തെ ഈ പെണ്ണ് കാണാൻ ഈ കുട്ടിനെ കഴുകലും പിടിക്കലും കുളിക്കലും തേക്കലും ഇവരെ ഒരാളുമില്ല. ഈ കുട്ടിനെ ചെയ്ത് നേരാക്കി എടുത്തത്. ആ നേരാക്കി എടുത്തിട്ട് 2 മാസമായി കഴിഞ്ഞപ്പോൾ മെല്ലെ കാല് നിർത്താൻ തുടങ്ങി. കൈ ഈ ഇവിടെ നൂർന്നിട്ടില്ല, ഈ വിരലൊന്നും ശരിയായിട്ടില്ല, ഈ ഇവിടെ മാത്രം ഉറയിട്ടിരിക്കുക. ഈ കുട്ടിയെ ഞാൻ പപ്പയെ പോട്ടെ പറഞ്ഞു, നീ കുട്ടി നേരാകാണ്ട് പോകണ്ട, ഇനി ആ വർക്കിന് നീ പോകണ്ട, കുറച്ചും കൂടെ ആയിട്ട് മെല്ലെ പോയാൽ മതി. പഠിക്കുന്ന കേസല്ലേ, അത് നീ കുട്ടികളെ കൊണ്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ അയച്ചു വന്നിട്ട് മേടിച്ചിട്ട് ആ പഠിക്കാനുള്ളത് പഠിക്കുക എന്നും പറഞ്ഞിട്ട് നമ്മൾ വില പണിക്ക് പോകും. ഇത് വരുമ്പോഴേക്കും കള്ളവർക്കൊക്കെ ഫോൺ ചെയ്ത് വിശദമാക്കി അവസാനം ആ ചെക്കനെ വിളിച്ച് വരുത്തി രാത്രി 10-15 ആളിനെയും കൊണ്ടായസമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ആളെ വിളിച്ച് കൂട്ടി പകൽ രാവിലെ അത് ചെയ്ത ആ കുട്ടിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടാക്കി. ഭർത്താവിന്റെ വീട്ടിലാണോ? ഭർത്താവിന്റെ വീട്ടിലാണ്. ഇല്ല, പ്രേമിന്റെ അളിയൻ മറ്റേ ആങ്ങളെ ഉണ്ടായിരുന്നു, അവരുടെ ആങ്ങളെ അവരുടെ കുടുംബത്തിനെയൊക്കെ വിളിച്ചു. ഞാൻ ഇന്നമാതിരിയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അവരെ വിളിച്ചു. അപ്പോൾ അതിൽ 2ാമത്തെ ഇപ്പോൾ ദുബായി പോയാൽ വന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് ബാധ്യതയില്ല, അളിയൻ എന്താ ചെയ്യുന്നതാണ് ചെയ്തിട്ട് അവൻ പോയി. ഇവരിപ്പോ ഒരു സ്ഥാപനത്തിലാണെന്നാണല്ലോ പറഞ്ഞേ, ആകാശപ്പാത. അവിടെ കാണുമായിരുന്നു പോയി? ഞാൻ കാണാറില്ല. ഞാൻ 2002 കൂടി പ്രേമയായിട്ടുള്ള ബന്ധം തീരെ ഇല്ല, പൂർണ്ണമായിട്ടില്ല. ഈ കുട്ടികളായിട്ട് മാത്രമേ സമ്പർക്കമുള്ളൂ. ഇനി ഒരിക്കലും ഇവരെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് നാട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയതാ.
അതായത് റോഡ് സൈഡിൽ നിന്ന് വെള്ളം പിടിക്കണം. ആ വെള്ളം പിടിക്കാൻ പോകുന്നിടത്ത് പല ആൾക്കാരും വന്നു കഴിഞ്ഞാൽ ആ ആൾക്കാരെ പല രീതിയിലുള്ള വാഷ്പ്യങ്ങൾ പറയുന്നു, അങ്ങനെയുള്ളതെല്ലാം സഹിച്ചും അതേമാതിരി അവരുടെ വീട്ടിലും ഈ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവരും എന്നോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഭാര്യനെ ഒതുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് ആൾക്കാർ എന്നെ ഉപദേശിച്ച് ഞാനതിന് എല്ലാറ്റിനും മറുപടി പറഞ്ഞ് തോറ്റ പിന്നെ പാടിയതാണ്. അതുകൊണ്ട് എൻ്റെ ദയനീയാവസ്ഥയിൽ എനിക്ക് ഇത്രേ കഴിയുള്ളൂ പറയാൻ. ഇത്രയും ഞാൻ അപ്പൊ അവരൊക്കെ ഭാര്യനെ ഒതുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒതുക്കി? ഞാൻ ഒതുക്കിയില്ല, വടി കൊണ്ട് അടിച്ച് ഒതുക്കി. വടി കൊണ്ട് അടിക്കാൻ ഞാൻ പറഞ്ഞു മെമ്പറിനോട് പറയും വലിയിട്ടില്ല എന്ന് പറയുന്നില്ല. കാരണം നീ ഇങ്ങനെ നാട്ടുകാരെ തെറി പറയണ്ട, വീട്ടിലെ കാര്യം നീ എന്താ പറഞ്ഞോ, നാട്ടുകാരെ തെറി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് തല്ലിയിട്ടുണ്ട്. ഒരുപാട് അടിച്ചിട്ടൊന്നുമില്ല, ഒന്ന് രണ്ട് കൊല്ലം കൊടുത്തിട്ടുണ്ട്. ഇയാള് തന്നെ മക്കളില്ലാത്ത സമയത്ത് അടുത്തിരുന്ന് ഓരോന്ന് പറയും. നീ ഓരോ സിനിമ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങൾ തെറി പറയുന്നത്, അങ്ങനെയൊക്കെ നീ പച്ചി പറയോ കോടതിയിലൊക്കെ പോണ്ടി വന്ന ഇങ്ങനെയൊക്കെയുള്ള ഇയാൾ തന്നെ എന്നെ ഓരോന്ന് പറയുന്നത് ഇത് ഇയാൾ തന്നെ സത്യമാണ്. നിങ്ങള് ഒരു മോളിപ്പോ കൂടിയില്ലേ? ആ മോളോട് നിങ്ങൾ എന്താ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിലാണല്ലോ പെരുമാറുന്നത്? മോശമായിട്ടുള്ള രീതി പറഞ്ഞാൽ കുട്ടിനെ കൊണ്ട് കുളിക്കാനും പിടിക്കാനും എന്തൊക്കെയാ പറയുന്നതാണ്. വീട്ടില് നിങ്ങൾ വൃത്തിയായിട്ട് കുളിക്കുകയും പഠിക്കാനുള്ള പഠിക്കുകയും ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി കുറെ തുണികളൊക്കെ കൂട്ടി ഒരു മൂലയിൽ വെച്ചുകൊണ്ട് കഴുകാണ്ട് കുളിക്കാണ്ട് ഇരിക്കുമ്പോൾ അത് കുളിക്കുകയും തേക്ക് കൂട്ടിയെന്ന് പറയും ഈ രണ്ടാം പറയുന്ന സാധനം. അല്ലാണ്ട് അവളുടെ ഭക്ഷണം കൊടുക്കാണ്ടും മറ്റുള്ള ചീത്ത പറഞ്ഞിട്ടൊന്നും അവിടെ ഇരുത്തുന്നില്ല. നിങ്ങൾ നിയമപ്രകാരം വിവാഹം കഴിച്ച ആ സ്ത്രീനെ? ഇല്ല, 4 മുഖത്തിലെ താലി കെട്ടിയെന്നുള്ളൂ. താലി കെട്ടി. നിങ്ങൾക്ക് അറിയോ അത് ഒരു ഭാര്യ ഉള്ള സമയത്ത് വേറൊരു സ്ത്രീനെ വിവാഹം കഴിക്കണം തെറ്റാണെന്ന്, അത് ശിക്ഷാർഹമാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയാം. ഞാൻ ചെയ്തു പോയതാ ഈ കുട്ടികളെ സംരക്ഷിക്കാനും. അല്ല, ഈ ഒരു കുട്ടി അന്നേരം ഇവര് പോലീസിൽ പരാതി കൊടുത്ത് കൊണ്ടുപോയതാ. കുട്ടികളെ നോക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ കല്യാണം കഴിച്ചിരിക്കുക മറ്റാളെ കല്യാണം കഴിച്ചത് തെറ്റാണ്. കുട്ടികളെല്ലാം ഹോസ്റ്റലിലും പിന്നെ അന്നേരം അത് ആ ന്യായീകരണം പറയാം. ഇത് അയാളൊരു ഇത് എടുക്കാണ്, പ്രിട്ടൻഷൻ ആണ്. ആ ഒരു കാരണം കൊണ്ട് മക്കളെയും തോറ്റാനേ നിർവാഹമില്ലല്ലോ വിജയ. പിന്നെ ഇനി ഒരു സ്ത്രീയും കൂടെ കൊണ്ടുവന്ന് അതില് വീണ്ടും ഒരു കുഞ്ഞും കൂടെ ആയി. ഇപ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഭാര്യ. അതെ, ടക്കാടിക്കലായിട്ട് ഇവര് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ. ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ പ്രോസസ് ചെയ്യണം, ലീഗൽ പ്രോസസ് നിങ്ങൾ എടുക്കണം, ഡൈവേഴ്സ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ അവര് നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾ ജയിലിൽ പോകും. അത് വലിയൊരു ഒരു കുറ്റാണ് നിങ്ങളുടെ ജാതീയമായിട്ടുള്ള ഇതില്. നിങ്ങൾ എന്നിട്ട് അതിലൊരു കുട്ടിയുണ്ട്, ഇത്രയും കാലം നിങ്ങൾ ഒന്നിച്ച് താമസിച്ചു വരും, നിങ്ങൾ ആദ്യ വൈഫ് നിലവിലിരിക്കെ അത് ചെയ്ത് ശരി. ഒരു അസുഖം എന്ന് പറഞ്ഞ് നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? പരമാവധി നോക്കിയതാണ്, നോക്കിയിട്ട് അത് മാറാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ. ഈ അസുഖം വിജയനാണ് വന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു? വിജയനാണെങ്കിൽ വന്നാലും നമ്മൾ വിട്ടിട്ട് അവരെ കൊണ്ടുപോകും, മകളെ വിളിച്ചോണ്ട് പോകും. അല്ല, പോവും എന്ന് പറയണ്ട, അവരവരുടെ തീരുമാനമായിട്ടാണെങ്കിൽ അവര് വേറെ പോയി വേറെ കല്യാണം കഴിച്ച് അതിൽ കുട്ടികളായിട്ട് അവര് ജീവിച്ചാൽ കുഴപ്പമുണ്ടാവും. അങ്ങനെയാണോ ഉണ്ടാവേണ്ടത്? എല്ലാവരും അങ്ങനെ ചെയ്യാൻ. അതാണോ നാട്ടു നടക്കും? അസുഖം എന്ന് പറയുന്നത് ഇപ്പം മനസ്സിന് വരുന്ന അസുഖം, ശരീരത്തിന് വരുന്ന അസുഖം എല്ലാം ഒപ്പം തന്നെയാണ്. അങ്ങനെ ഒരു അസുഖം വന്നാൽ എങ്ങനെയെങ്കിലും ഒരാൾ ചികിത്സിക്കാൻ. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞു അവരുടെ വീട്ടിൽ നിർത്തി, ഇടയ്ക്ക് നിങ്ങൾ പോകുന്നു കാണുന്നു, അവർക്ക് വേണ്ട ചെലവിനും കൊടുത്ത് ചികിത്സക്കുള്ള കാര്യങ്ങളും കൊടുത്തു. അതൊരു നല്ല കാര്യം അതല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ വീട്ടുകാരും അവരെ നോക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഒക്കെ നല്ലോണം സഹകരിക്കുന്ന ആൾക്കാർ. അങ്ങനെ നിങ്ങൾക്ക് പോയിരുന്നെങ്കിൽ ആ 3 പെൺകുട്ടികൾക്ക് ഒരു താങ്ങും താങ്ങലും ഉണ്ടാവുമായിരുന്നു. ഇപ്പം മറ്റേ പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ പെൺകുട്ടിയുടെ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്നത് വരെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോയപ്പോ ആ 2 മാസം കൊണ്ടൊരു ബന്ധം ഉണ്ടാക്കി, ആ 2 മാസം കൊണ്ടത് പോയി. അപ്പൊ അച്ഛനും അമ്മയും 2 ഭാഗത്ത് നിൽക്കുന്ന കുട്ടികൾ ആപ്പാടെ മാനസികമായിട്ട് തകർച്ചയിലാണ്. മറ്റേ പെൺകുട്ടികളുടെയൊക്കെ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലും നിങ്ങളെ അവർ ന്യായീകരിക്കുകയില്ല. വിജയന്റെ ഭാഗത്തു നിന്നാലും പ്രേമയുടെ ഭാഗത്തു നിന്നാലും കൂടെ വന്നിരിക്കുന്നത് പ്രേമയുടെ അമ്മയാണ്. ഇനി പ്രേമയുടെ അമ്മയുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു തീരുമാനത്തിലെത്താം. അമ്മ, ഇവർക്കേ ഈ പ്രേമയ്ക്ക് അസുഖം എന്ന് പറയുന്നത് വിജയം പറയുന്നു നിങ്ങളുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച്. ഞങ്ങൾക്ക് കുടുംബത്തെ പാരമ്പര്യമൊന്നും ആർക്കും ഇല്ല മോനെ, അങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമില്ല. കല്യാണം കഴിച്ചു കൊടുക്കണവരെ ഒരു കുഴപ്പമില്ല. 2 കുട്ടികളായി, അത് 2ഉം പെണ്ണായിപ്പോയി. പിന്നെ 3ാമത്തത് പെറ്റതും പെണ്ണായിപ്പോയി. അപ്പൊ അതുകൊണ്ട് അവൾക്ക് വിഷമം ഉണ്ടായിരിക്കും. പിന്നെ അവൻ്റെ എന്തെങ്കിലും പറയുമല്ലോ, 3 പെണ്ണ് പറയുമ്പോൾ അവർക്കും വിഷമം വരുമല്ലോ. അപ്പൊ 2ാമത്തത് അവൾ പറഞ്ഞു എനിക്ക് നിർത്താം, വേണ്ട ഇത് കളയാ പറഞ്ഞു. അപ്പൊ അവൾ സമ്മതിച്ചതുമില്ല, അവൾ സമ്മതിച്ചില്ല, വേണ്ട അതാണായാലോ പറഞ്ഞു. പെറ്റതോ അത് 3 പെണ്ണുമായി പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്നൊക്കെയാണ് അവസ്ഥകൾ. അല്ലാണ്ട് ആദ്യം അങ്ങനെ പാരമ്പര്യം ആർക്കൊന്നുമില്ല. പിന്നെ ഇവർക്ക് അസുഖമായിട്ട് ചികിത്സ ഇവർ ഇറങ്ങി ഓടുകയും
ഈ ദേഷ്യം കൊണ്ട് എനിക്ക് അങ്ങനെ ആയിപ്പോയി, എനിക്ക് 3 മക്കളുമായി, അയാൾ ഒഴിവാക്കിയ മാതിരി ആയിരിക്കില്ല പറയുമ്പോ വിഷമം തന്നെയല്ലേ. ആ നിലയിൽ നമ്മളോട് ദേഷ്യപ്പെട്ട് ആങ്ങളാരനോടും ഒക്കെ ദേഷ്യപ്പെട്ട് അവരൊക്കെ ഒരുപാട് തവലക്ഷം ചെയ്യും. അല്ല പിന്നെ നോക്കായി ഒന്നുമില്ല, ഞങ്ങതും പറയാ. ആദ്യം അവരും നോക്കി, ഞങ്ങളും നോക്കി. എല്ലാം നോക്കുമ്പോ ഈ ഇതാണ് മക്കള് കൂടുതലുണ്ട്, 3 പെണ്ണാണെന്നുള്ള ചിന്തയാണ് മൂപ്പത്തിന്റെ മനസ്സിൽ. പിന്നെ അങ്ങനെയാവുമ്പോ പിന്നെ നമ്മൾ നോക്കിയിട്ട് വല്ല പലവുണ്ട്. ഇപ്പൊ അങ്ങനെ ആയപ്പോ ഒരു വിധത്തിൽ ആയിപ്പോയെന്നുള്ളത് ഈ കുട്ടിക്കാണോ വിഷമം, പ്രേമയ്ക്കാണോ? പ്രേമയ്ക്കല്ലേ 3 മക്കളായ വിഷമം. അവര് പറയണ്ടായിരിക്കും 3 പെണ്ണല്ലേ എന്ന് അവര് പറയുമ്പോ അത് മറ്റുള്ള അവൾക്ക് തന്നെയല്ലേ വിഷമം വരിക. അങ്ങനെ അപ്പൊ പിന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടത് ആര് പറഞ്ഞിട്ടാ ഈ ആകാശപ്പറവയില്? ഞാൻ തന്നെ കൊണ്ടുവിട്ടത്. അതെന്താ കൊണ്ടുവിട്ടത് പറഞ്ഞാൽ ഈ കുട്ടികൾ പഠിക്കുക. അവര് ആൺകുട്ടികൾ 2 കല്യാണം കഴിഞ്ഞു. അവര് നല്ലോണം നോക്കുക എടുക്കുകയൊക്കെ ചെയ്തു. മക്കളിനെയും അവളിനെയും ഒക്കെ തവലാശം ചെയ്തു. അവർക്ക് പരമാവധി പറ്റാണ്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും അതിനെ? അപ്പോൾ അമ്മ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആൾക്കാർ പറയണം അതിനെ, ഞാൻ അവിടെ കൊണ്ടുവിടാം എന്ന് ഞാൻ പറഞ്ഞു. ശരിയാണ്, കൊണ്ടുവിട്ടു. 2 കൊല്ലമായി. അപ്പം അവരെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, എന്നമാതിരി അവിടെ പഠിക്കുന്ന ഒരു ചക്കൻകുട്ടിൻ്റെ വീട്ടിൽ ആളില്ല, അപ്പോൾ അവിടെ കൊണ്ടുവിടട്ടെ, അവരുടെ മക്കൾക്ക് വല്ല 10 റുപ്യ കിട്ടുകയാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു എന്നോട്. ശരി, നിങ്ങൾക്ക് തൃപ്തിയോടെ കൊണ്ടാക്കുകയാണെങ്കിൽ ആക്കിക്കോളി ഞാൻ പറഞ്ഞു. അല്ലാണ്ട് നോക്കാണ്ടില്ല, മക്കളിനെ പിന്നെ ആരെയും നോക്കാണ്ട് ആങ്ങളാർ ഇരുന്നിട്ടുമില്ല. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അവര് ഒരുപാട് ഒരു മനുഷ്യൻ അവരെ കുറ്റം പറയാൻ സഹിക്കില്ല. അവരതൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, അവര് നല്ലോണം നോക്കിയിട്ടുണ്ട്. ഇവിടെ നിക്കില്ല, ഞാനൊരു വീടിന്റെ അന്തരീക്ഷത്തിൽ പോകാനാണ്. ഇപ്പൊ എന്താണ് അവർക്ക് കുറെ പെണ്ണും പിള്ളേർ വന്നു, അവര് മക്കള്, അവര് കുട്ടികൾ. ഇനി പെങ്ങളുടെ മക്കളെയും സ്ഥാപിക്കാൻ സാധിക്കും. പിന്നെ വല്ല കാര്യങ്ങള് അവൻ തന്നെ പെൺകുട്ടികളെ പിടിച്ചും കൊടുക്കണം, കാര്യങ്ങളും അവൻ തന്നെ നടത്തണം. അതിന്റെ കൂടെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യും, ആങ്ങളാര് സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് മുഴുവൻ ആങ്ങളാർക്ക് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെയൊക്കെയാണ് കഥകള്. നിങ്ങൾ കല്യാണത്തിൽ എത്ര പവൻ ഇവർക്ക് കൊടുത്തു? മോൾക്ക് ഞങ്ങള് സ്വർണം പണവും പണതും കൂടി 10 പവൻ 7,000 രൂപയും കൊടുത്തിട്ടുണ്ട്. 7,000 രൂപ? 10 പവനും 7,000 രൂപ. അതിപ്പോ നമ്മ തൂക്കി കൊടുക്കുമ്പോ നമ്മ വിൽക്കാൻ പോകുമ്പോ പിന്നെ ആ വില ആ സാധനം കിട്ടില്ലല്ലോ. 6 പവനാണ് തൂക്കുമ്പോ 6 പവനെ അത് വരും. ആ ശരി തന്നെ, അത് തൂക്കി കൊടുക്കുമ്പോ വരുമോ അതിനെ ആ വില കിട്ടുവോ? നിങ്ങള് ഈ ഒരു മോളല്ലേ നിങ്ങളുടെ, ഇനിയിപ്പോ അയാള് ആ കുട്ടീനെ നോക്കുന്നില്ല, വളരെ പുറത്താക്കി, അതിന് സൂക്കേടില്ല, മാനസികമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അയാള് പുറത്താക്കി. നിങ്ങൾക്ക് ആ കുട്ടീനെ കൊണ്ട് സംരക്ഷിക്കേണ്ട ഒരു ഞാൻ ഒരു ഒന്നിനും നിങ്ങളുടെ ആങ്ങളമാരില്ലേ ഇവരുടെ? ആങ്ങളമാര് പറഞ്ഞ അവര് ഒരുപാട് പൈസ ചെലവാക്കി അവര് നല്ലോണം നോക്കിയതാണ്. അവർക്ക് ഇപ്പൊ ഒത്തിരി പിന്നെ വിഷമങ്ങൾ വന്നപ്പോ പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? മക്കളോ ഇല്ല, അറ്റ്ലീസ്റ്റ് ഇവരൊന്നും നോക്കണ്ടേ നിങ്ങൾ? അനാഥാലയത്തിന് അവിടെ കൂടി കൊണ്ടാക്കി ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്, അവര് പാട് പോയില്ലേ. അപ്പൊ പിന്നെ ഈ കുട്ടിനെയും കൊണ്ട് ഞാൻ ഇരുന്ന 2 കൂടി വഴക്ക് കൂടും, അതാണ് കേസ്. ഞങ്ങൾ 2 കൂടി ഇരുന്ന് അപ്പോഴും വഴക്കാണ്. ഞങ്ങൾ 2 അല്ല, ഭർത്താവും കൂടെയില്ല, കുഞ്ഞുങ്ങളും കൂടെയില്ല, വരുമ്പോ അമ്മയല്ലേ കൂടെ നിക്കണ്ടേ? അങ്ങനെ ഞാൻ നിക്കണം. ഞാനൊരു തൊഴിലിന് പോകുന്നില്ല. എനിക്ക് വിചാരിച്ച മാതിരി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഞാൻ തൊഴിലിന് പോകില്ല, എനിക്ക് ദേഹത്തിന് സുഖമില്ലാത്ത ആളാണ്, ഞാൻ എവിടെയും പോകണമെന്നില്ല. അപ്പൊ പിന്നെ അവരിന്റെ വല്ല ഇതുകൊണ്ടല്ലേ നമ്മൾക്ക് ജീവിക്കാൻ പറ്റണത്. ജീവിക്കാൻ മാത്രമല്ല, ഒരാളുടെ കൂടെ ഇരുന്ന് അമ്മയുടെ കൂടെ താമസിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസിക നില നന്നായിരിക്കുന്ന. അമ്മ ഇപ്പം ഇവര് ഒരിടത്ത് ജോലി ചെയ്യുവല്ലേ, നിങ്ങളുടെ കൂടെ നിന്നാലും അവർക്ക് ജോലി ചെയ്ത് അമ്മയെ നോക്കായിരുന്നു. പക്ഷെ ഇവർക്ക് ഈ ഒരു പരിഭ്രാന്തി, വിജയൻ ഇങ്ങനെ പെരുമാറുന്നല്ലോ, ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്നുള്ള ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരുമായിട്ട് അമ്മയായിട്ട് വഴക്ക് കൂടും. കാരണം എല്ലാ സ്ഥലത്തും എല്ലാ വെറുപ്പും കാണിക്കാൻ പറ്റുന്ന ഒരാളമ്മയാണ്. അപ്പൊ അമ്മയുടെ പക്ഷെ അമ്മ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നിങ്ങൾ പ്രേമയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി, അവര് നല്ലൊരു ചികിത്സയും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്തു. ഇപ്പൊ അവര് വീട്ടിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, ആ പ്രായമായ പെൺകുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ നിർത്തിക്കൂടായിരുന്നു? വിജയനോട് നിങ്ങളുടെ പഞ്ചായത്തിലോ സമുദായത്തിലോ പറഞ്ഞിട്ട് പഠിക്കാനുള്ള പൈസയോ കാര്യങ്ങളോ, അവിടെ വലിയ ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, എങ്കിലും അവർക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ആശ്രയമുള്ള സ്ഥലമായിട്ട് ഒന്ന് നിർത്തിക്കൂടെ? കുട്ടികളോടൊക്കെ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. അവരങ്ങനെയാണ് പറഞ്ഞ ഈ 2 കുട്ടികൾ വെളിയിലാണ്, ആൺകുട്ടികൾ ആരും എന്റെ അടുത്തില്ല. ഈ കുട്ടികളിനെ ഞാൻ കൊണ്ട് താമസിപ്പിച്ചിട്ട് എന്തെങ്കിലും തകരാറ് പറ്റിയ പിന്നെ എന്നെ ആൺകുട്ടികൾക്കല്ലേ അതിന്റെ ഇത് വരുന്നത്. അപ്പൊ അവന്റെ അച്ഛൻ്റെ അടുത്ത് താമസിപ്പിക്കണം എന്നല്ല, ആ കുട്ടികൾക്ക് വെക്കേഷൻ വരാനോ താമസിക്കാനോ അമ്മാമ്മയുണ്ട് എന്നുള്ള ഒരു ബോധം ആ കുട്ടികൾ ഉണ്ടാക്കിക്കൂടെ? മകനെ അതിന് ഇടം കൊടുക്കുന്നുണ്ട്, വരുന്നുണ്ട്. അവര് 10 ദിവസം 20 ദിവസം ഇരിക്കും, പോകും.
അതേപോലെ പഠിക്കാൻ പോയ കുട്ടിയും വരും. ഇപ്പൊ വരുന്നുണ്ടോ? വന്നിരിക്കും. ഇപ്പൊ വരുന്നുണ്ടോ? വന്നിട്ട് പോയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച 2 ആഴ്ചയായിട്ടുള്ളൂ. 3 കുട്ടികളും വരുമോ? 3 കുട്ടികളും വരും. രണ്ടാമത്തെ കുട്ടി വരില്ല. മകനെ വിളിക്കുക, ആ കുട്ടി കട്ടിലേക്ക് കിടക്കുമ്പോ എടി എണിക്കടി, ഇത് കണ്ടില്ലേ, ഇത് തിന്നാൻ കിടക്കാണ്, ഒരുത്തി ഓടിപ്പോയി, ഇതിനി ആരുടെ കൂടെ പോകും, നീയൊക്കെ ഞാൻ അടുത്ത കൊല്ലം പശുവിനെ കറക്കാനിരിക്കടി. അങ്ങനെ ഇങ്ങനെ ഒരു അച്ഛന്മാരും മക്കളിനെ പറയാം. എൻ്റെ അച്ഛൻ ഞങ്ങളെ നോക്കി, എൻ്റെ അച്ഛൻ നല്ലപോലെ അടിക്കും. എന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ അമ്മൻ്റെ അടുത്ത് ഈ പൈസ ഞാൻ കൊടുത്ത് ആ കുട്ടിക്ക് സ്വർണ്ണം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 3 പെണ്ണായി പോയത് കൊണ്ട് എന്താ ലോകത്ത് കുഴപ്പം സംഭവിക്കുന്നത്? 5 പെൺകുട്ടികളെ 7 പെൺകുട്ടികളെ 5 പെൺകുട്ടികളെ പ്രസവിച്ച സ്ത്രീ എന്റെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകനെ കുട്ടിന്ന് വിളിക്കുക, ആ കുട്ടിനെ എടി പൊടിയെന്ന് വിളിക്കുക. ആ കുട്ടികളെ പെണ്ണുങ്ങളെ അനാഥ മടത്തി കൊണ്ടുവിട്ടുന്നു. ഇയാളുടെ മകൻ എന്തുകൊണ്ട് അനാഥ മടത്തിക്കൊണ്ടാക്കി? ഞങ്ങൾ 3 മക്കളും കൂടി ആത്മഹത്യ ചെയ്യുക. അയാൾ ജയിച്ചോട്ടെ, അത്രയുള്ളൂ. ഇനി ഞങ്ങൾ ഈ വീട് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ലോകത്തിലെല്ലാവരും TV ചാനൽ എല്ലാവരും കാണുന്നല്ലേ, ഇതേപോലെ എത്രയോ എനിക്ക് പ്രേമ ആത്മഹത്യ ചെയ്യാന്നൊക്കെ അതെല്ലാം നേരത്തെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എവിടെയും രാവിലെ തൊട്ട് വേണമെങ്കിൽ ഒരു അമ്പലത്തിന് മുമ്പിൽ പോയി ഭിക്ഷാടനം നടത്താം. സന്ധ്യ ഞങ്ങൾക്ക് അമ്പലത്തിൽ കിടക്കാൻ പറ്റുമോ? ഈ ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ഏത് കണ്ണുകൊണ്ടാ ഈ സമൂഹം നോക്കുക? 4 പെണ്ണുങ്ങള്. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.